മുസ്ലിം പെൺകുട്ടികൾക്ക് മസ്ജിദിൽ പ്രാർത്ഥിക്കാൻ അവസരം നൽകണമെന്ന് ക്രിസ്ത്യൻ സംഘടനയായ കാസ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് പിന്നാലെ കോതമംഗലം പൈങ്കട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും നിസ്കാര സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിനികൾ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്ത്രീകൾ ബഹിരാകാശത്ത് പോയി തിരിച്ചു വരുന്ന ഇക്കാലത്തും മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ലാത്തത് പൊതുസമൂഹത്തിന് ശല്യവും മതസൗഹാർദ്ദത്തിന് തടസ്സവുമായി മാറുന്നു. ഒന്നുകിൽ മസ്ജിദുകളിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം മുസ്ലിം പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം നൽകണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥികൾ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക. ഇനി പഠനത്തെക്കാൾ വലുത് മതമാണെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം മാത്രം നൽകി വീട്ടിലിരുത്താൻ തീരുമാനമെടുക്കുക. തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ ഹൈന്ദവ ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് ദുരൂഹമാണ്. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാനാവില്ലെന്നും കാസ പറയുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് കോതമംഗലം അതിരൂപതയുടെ കീഴിലുള്ള കോളേജുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായത്. നേരത്തെയും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഗൗരവകരമായ ഒരു പ്രശ്നമുണ്ടാകുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ വിദ്യാർത്ഥിനികളും അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇതിനിടയിൽ ഒരു മുസ്ലിം മതപ്രഭാഷകന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു. ഇങ്ങനെ 2-3 ദിവസം നിസ്കാരത്തിനായി പായം കൊണ്ടുപോയി അവിടെ ക്ലാസ്സുകളിൽ നിസ്കരിച്ചു തുടങ്ങിയാൽ സ്ഥിരമായി സ്ഥലം ലഭ്യമാക്കാൻ സാധിക്കുമെന്നും അങ്ങനെ ഒരു ആസൂത്രിതമായ ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. ഏതായാലും ഈ വിഷയങ്ങൾ വഷളായി പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയൊന്നും ഇത്തരം ക്യാമ്പസുകളിലോ സ്കൂളുകളിലോ ഒന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്നത്.